ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ലൊരു വൈറ്റ് സോസ് പാസ്തയാണ്. വൈറ്റ് സോസ് പാസ്ത, ആൽഫ്രെഡോ പാസ്ത എന്നൊക്കെ ഇതിന് പറയും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് മാക്രോണി പാസ്തയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പാസ്ത വേണമെങ്കിലും എടുക്കാം, ഏത് ഷേപ്പുള്ള പാസ്ത വേണമെങ്കിലും എടുക്കാം. അത് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് തിളപ്പിച്ച് വെക്കുന്നുണ്ട്. നല്ലോണം വെന്ത് കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് ആണ് വേണ്ടത്. റോ ചിക്കനാണ് ഇതിലേക്ക് എടുക്കേണ്ടത്. ഞാനിവിടെ എൻ്റെ കൈ വേവിച്ച ചിക്കൻ ഉള്ളതുകൊണ്ട് അത് എടുത്തുവെന്നേ ഉള്ളൂ. നിങ്ങൾ റോ ചിക്കൻ എടുത്താലും മതി. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. അതായത് ചെറിയ സ്ലൈസ് ആക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് അതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ എല്ലാം നന്നായി മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ റോ ചിക്കൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് മാരിനേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ മസാലാസ് ആഡ് ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ചിക്കൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഓൾറെഡി കുക്ക്ഡ് ആയ കാരണം ജസ്റ്റ് ഒന്ന് 2 സൈഡും ഫ്രൈ ചെയ്തെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായി തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് ചിക്കൻ്റെ 2 സൈഡും ഞാനൊന്ന് തിരിച്ചു മറിച്ചിട്ട് മൊരിയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചില്ലി പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം ആഡ് ചെയ്തിട്ടും ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മുടെ പാസ്ത ഒരു വൈറ്റ് കളറിലാണ്, അതുകൊണ്ടാണ് ഞാൻ ചില്ലി പൗഡറൊന്നും ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഇത് നമ്മുടെ ചിക്കനൊക്കെ ആയിട്ടുണ്ട്. ഇനി അത് കോരി മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതേ കണ്ടില്ലേ, അതായത് നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതേ പാനിൽ തന്നെ നമുക്കൊരു വൈറ്റ് സോസ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഞാൻ സെയിം പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ നന്നായി മെൽറ്റായതിനു ശേഷം ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്ത് അതിലേക്ക് ഇട്ട് നമുക്ക് അതിൻ്റെ നിറം മാറുന്ന വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. വെളുത്തുള്ളിയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മൈദയുടെ റോ സ്മെല്ല് മാറുന്നത് വരെ നന്നായി ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മൈദയും ബട്ടറും എല്ലാം നന്നായി മിക്സായി മൈദയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പാൽ ആഡ് ചെയ്ത ശേഷം കട്ടയൊന്നും കുടുങ്ങാതെ നന്നായിട്ട് മൈദയും പാലും എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടും. അപ്പോൾ കൈ എടുക്കാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊതുവെ ഇറ്റാലിയൻ റെസിപ്പിയിലൊന്നും ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യില്ല. പക്ഷേ ഇവിടെ നമ്മുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാനാണ് ടേസ്റ്റ്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഒറിഗാനോ ആണ്. ഒറിഗാനോയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ 2-3 സ്ലൈസ് ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മോസറല്ല ചീസ് ഒഴികെ പുളിപ്പില്ലാത്ത ഏത് ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. സ്ലൈസിന് തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ സ്ലൈസ് ആഡ് ചെയ്യുന്നവർക്ക് 2-3 സ്ലൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ചെറിയ പീസസ് ആക്കിയിട്ട് ഈ സോസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ട് വേണം കേട്ടോ ഈ ടൈമിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണിയും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സോസ് നന്നായി തിക്കാവും. ഓവർ ലൂസായിട്ടാണ് നിങ്ങളുടെ സോസ് ഇരിക്കുന്നതെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം. അതല്ല പിന്നെ നല്ല തിക്കായിട്ടാണ് സോസ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അതേ ഞാൻ പാസ്തയൊക്കെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി വൈറ്റ് സോസ് പാസ്ത അല്ലെങ്കിൽ ആൽഫ്രെഡോ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റാലിയൻ റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക.
പിന്നെ ഞാൻ ഈദ് സ്പെഷ്യൽ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കണേ. ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.